സോംബിങ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഹൊറർ സിനിമകളിലൊക്കെ കാണുന്നത് പോലെയാണ്. ഇപ്പം ഒരു വ്യക്തി മരിച്ചു പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വരികയാണ്, അല്ലെ പുതിയൊരു രൂപത്തിൽ, പുതിയൊരു ഭാവത്തിൽ, കംപ്ലീറ്റ്ലി പുതിയൊരു വ്യക്തിയായിട്ട്, ടെറിഫയിങ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും സോംബികൾ വരുമെന്ന് പറയും. അപ്പം റിലേഷൻഷിപ്പിൽ നമ്മുടെ ഒപ്പം ഒരാൾ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു, ആൻഡ് എന്തോ കാരണവശാൽ അത് ബ്രേക്ക് ചെയ്തു, അത് റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ചെയ്തു. അതുമല്ല എങ്കിൽ ഒരു ദിവസം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. ആ വ്യക്തി പിന്നെ കുറേ നാൾ ആ വ്യക്തി നമ്മൾ കാണുന്നില്ല. പിന്നെ ഇവൻച്വലി ഒരു ദിവസം പെട്ടെന്ന് ആൾ തിരിച്ചു വരികയാണ് ലൈഫിലേക്ക്, ഒന്നും സംഭവിക്കാത്ത രീതിയിൽ. ഇത്രയും നാൾ നടന്നൊന്നും അങ്ങനെ നടന്നിട്ടേ ഇല്ലാത്ത ലെവലിൽ കംപ്ലീറ്റ്ലി പുതിയൊരു മനുഷ്യനായിട്ട്, നല്ലൊരു മനുഷ്യനായിട്ട് വീണ്ടും നമുക്ക് റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ലെവലിലേക്ക് വരികയാണ്. ഇതിന് നമ്മൾ സോംബി എന്ന് പറയും. ആ വ്യക്തിയെ നമ്മൾ മരിച്ചുപോയി തിരിച്ചു വരുന്ന ആൾ എന്നുള്ളതാണ്. അപ്പം ഇത് നമുക്ക് റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ സോംബി ചെയ്യപ്പെടുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്തിട്ട് ആ വ്യക്തി വീണ്ടും തിരിച്ചു വരാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മൾ അവിടെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. ഞാൻ ഈ വ്യക്തിക്ക് വീണ്ടും എൻ്റെ ലൈഫിലേക്ക് സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം ഒരു പ്രാവശ്യം എന്നെ വേദനിപ്പിച്ച വ്യക്തിയാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തി. ആളുടെ ബിഹേവിയറിന് ജസ്റ്റിഫൈ ചെയ്യാൻ പോലും ആൾ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തി വീണ്ടും എൻ്റെ ലൈഫിലേക്ക് വന്നാൽ വീണ്ടും ഇത് തന്നെ സംഭവിക്കില്ലേ എന്ന് നമ്മളൊന്ന് നോക്കണം. അല്ലെങ്കിൽ വീണ്ടും ഈ വ്യക്തി നമ്മളെ സോംബി ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്.